പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം പ്രിയങ്കനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ടി.ആർ. അനിൽ സാറിനെ വളരെ ആദരവോടുകൂടി ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുക. യോഗാധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ ചന്ദ്രൻ നായർ, വേദിയിൽ നമുക്ക് ഏവർക്കും സ്വാഗതം പറഞ്ഞ ഡോക്ടർ ആർ.എസ്. പ്രദീപ്, വേദിയിലുള്ള മുഖ്യ അതിഥി മുൻ മന്ത്രിയും മുൻ സ്പീക്കറുമായ ശ്രീ എൻ. ശക്തൻ, ശ്രീമതി ഗിരിജ സേതുനാഥ്, ശ്രീമതി പി.ആർ. ശാരദ, ശ്രീ പ്രവീൺ ഇരവങ്കര, ശ്രീ സുദീപ് കുമാർ, ശ്രീ വഞ്ചിയൂർ പ്രവീൺ കുമാർ, ശ്രീമതി ഉമാ നായർ, ശ്രീകാന്ത് ടി.ആർ. നായർ, ശ്രീ ബിന്യാമിൻ സെക്രട്ടറി, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, നാഷണൽ ഫിലിം അക്കാദമി ഫിലിം സൊസൈറ്റി 2024 അവാർഡ് ദാന ചടങ്ങാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഷോർട്ട് ഫിലിം, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രദർശനം ഇവിടെ കുറച്ചേറെ നേരം നടന്നു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിരവധി സുഹൃത്തുക്കൾ നിരവധി ഫിലിമുകൾ പ്രദർശിപ്പിക്കാനും അത് ആസ്വദിക്കാനും കഴിഞ്ഞവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നവർ. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് ഞാനൊരു വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. സിനിമാ രംഗത്ത് ഹ്രസ്വ ചിത്രങ്ങളുടെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമാകുന്ന ഒരു കാലഘട്ടത്തിലാണ്. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഹ്രസ്വ ചിത്രത്തിൻ്റെ എത്ര വലിയ ആശയമാണ് ജനങ്ങളിലേക്ക്, നമ്മളിലേക്കെല്ലാം എത്തുന്നത് എന്ന് അത് കാണുമ്പോൾ നമ്മയെല്ലാം അത്ഭുതപ്പെടുത്തുന്നതാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ചിത്രങ്ങൾ കാണുന്നതിനേക്കാൾ കുറച്ച് സമയം മാത്രം കാണാൻ കഴിയുന്ന ഹ്രസ്വ ചിത്രങ്ങൾ പലപ്പോഴും അതിൻ്റെ ആശയം കൊണ്ട്, അതിൻ്റെ ആശയങ്ങളുടെ സന്ദേശം ജനങ്ങളെ വല്ലാതെ ആകർഷിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ചിത്ര പ്രദർശനത്തിൽ പങ്കെടുക്കുകയും അതിൽ പങ്കാളികളാവുകയും അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ചിത്രങ്ങളെയും അതിൻ്റെ സംഘാടകരെയും അതുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളെയെല്ലാം അംഗീകാരം നൽകി, അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്യുന്നത് വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മുൻപ് നമുക്ക് നമ്മുടെ മുന്നിൽ ഫിലിം അവാർഡ്, സർക്കാരിൻ്റെ ഫിലിം അവാർഡ് അല്ലെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ എല്ലാം മുന്നിലുള്ളത്. എന്നാൽ അതിനേക്കാൾ ശ്രദ്ധേയമായ തരത്തിലുള്ള സിനിമ അവാർഡുകൾ, അത് ഹ്രസ്വ ചിത്രങ്ങളുടെ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് അനുബന്ധമായിട്ടുള്ള മറ്റു പല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുമെല്ലാം നമ്മുടെ നാട്ടിൽ ഇന്ന് സംഘടിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം അവാർഡ് ദാന ചടങ്ങുകൾക്കെല്ലാം വലിയ തോതിൽ പ്രാധാന്യവും വലിയ പിന്തുണയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും കടക്കുന്നില്ല. നാഷണൽ ഫിലിം അക്കാദമി ഫിലിം സൊസൈറ്റിയുടെ കഴിഞ്ഞ നാളിലെ പ്രവർത്തനങ്ങളുമായും സഹകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു. ഇതിൽ വിജയികളായി തിരഞ്ഞെടുത്തവർക്ക് പ്രത്യേകമായിട്ടുള്ള ആശംസയും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനത്തിനായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രൗഢഗംഭീരമായ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ നാഷണൽ ഫിലിം അക്കാദമി ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡന്റ് എൻ്റെ സുഹൃത്ത് ശ്രീ ചന്ദ്രൻ നായർ, ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി.ആർ. അനിൽ, ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ച ഡോക്ടർ ആർ.എസ്. പ്രദീപ്, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ശ്രീ മനേഷ്, ശ്രീമതി ഗിരിജ സേതുനാഥ്, ശ്രീമതി പി.ആർ. ശാരദ, ശ്രീ പ്രവീൺ ഇരവങ്കര, ശ്രീ വഞ്ചിയൂർ പ്രവീൺ കുമാർ, ശ്രീമതി ഉമാ നായർ, ഇതിൻ്റെ സെക്രട്ടറി ശ്രീ ബെന്യാമിൻ, മറ്റ് എൻ്റെ മുൻപിലുള്ള ഏറ്റവും ബഹുമാന്യരായ കലാകാരന്മാരെ, കലാകാരികളെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സത്യത്തിൽ ഇനി ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. ഇനി പ്രസംഗിക്കാൻ പോകുന്നത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. മനുഷ്യ ജീവനെ വളരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണ് കല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ കലയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുള്ളപ്പോൾ ഈ നാഷണൽ ഫിലിം അക്കാദമി ഫിലിം സൊസൈറ്റി സ്ഥിരമായി ഇത്തരത്തിൽ അവാർഡ് കൊടുക്കുന്നു. ഇവിടെ നടക്കുന്ന പല സമ്മേളനങ്ങളിലും പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്.
ഞാൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടായിരുന്നു, അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷമായിട്ട് ഇവിടുത്തെ ഒരു സ്ഥിരം ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ ഇത്തവണത്തെ ഈ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാൻ സമ്മതിച്ചത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മനുഷ്യനെ വളരെ ഏറെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് കല. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയട്ടെ. മനുഷ്യന് മാത്രം, കൊച്ചു കുട്ടികൾക്ക് പോലും കല ആസ്വദിക്കുവാനുള്ള കഴിവുണ്ട്. ഒരു കുഞ്ഞ് നല്ലവണ്ണം കരയുന്നു എന്നിരിക്കട്ടെ, അതിനെ പാല് കൊടുത്താലും ചിലപ്പോൾ കരച്ചിൽ നിർത്തില്ല. അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ അമ്മയെടുത്ത് പാട്ട് പാടുമ്പോൾ അത് ആ കുഞ്ഞ് കരച്ചിലെല്ലാം നിർത്തി ഉറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൊച്ചു കുട്ടികൾക്ക് പോലും ആ പാട്ടിലുള്ള സംഗീതം ആസ്വദിക്കുവാനുള്ള കഴിവുണ്ട്. മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്കും അതിനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് ഒരു പടമുണ്ട്, അരയാലിൻ കൊമ്പത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ഓടക്കുഴൽ വായിക്കുമ്പോൾ താഴെ പുൽത്തകടിയിൽ മേഞ്ഞുകൊണ്ടുവന്ന കിടാക്കളെല്ലാം ആ മേച്ചിൽ നിർത്തിയിട്ട് അരയാലിൻ കൊമ്പത്ത് ഇങ്ങനെ ചെവി നിവർത്തിപ്പിടിച്ച് ആ ഓടക്കുഴലിൽ നിന്ന് വരുന്ന മനോഹരമായ സംഗീതം ആസ്വദിക്കുന്നത് ആ പടം നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്കും കല ആസ്വദിക്കുവാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെ കിട്ടിയാൽ ഒറ്റ കടിയിൽ കൊല്ലാൻ കഴിവുള്ള നല്ലൊരു സർപ്പം മനുഷ്യൻ നിന്ന് മകുടി ഊതുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് തലയാട്ടി നൃത്തം ചെയ്യുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ മനുഷ്യന് കഴിവുണ്ട്, മൃഗങ്ങൾക്ക് കഴിവുണ്ട്, ഉരകങ്ങൾക്ക് പോലും കല ആസ്വദിക്കുവാനുള്ള കഴിവുണ്ട്. ആധുനിക സസ്യശാസ്ത്രം തെളിയിക്കുന്നത് സസ്യങ്ങൾക്കും കല ആസ്വദിക്കുവാനുള്ള കഴിവുണ്ട് എന്നാണ്. ഒരേ പ്രായത്തിലുള്ള ഒരേ വലിപ്പമുള്ള 2 സസ്യങ്ങളെ വ്യത്യസ്ത സാഹചര്യത്തിൽ വളരാൻ അനുവദിച്ചാൽ ഒന്നിന് സംഗീതം കേൾക്കാനുള്ള സൗകര്യം കൊടുക്കുകയും ഒന്നിന് സംഗീതമില്ലാതെ അത് വളരുകയും ചെയ്താൽ സംഗീതം കേട്ടു വളരുന്ന സസ്യം വളരെ വേഗം വളരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉരകങ്ങൾക്കും ഇഴജന്തുക്കൾക്കും അതുപോലെ തന്നെ സസ്യങ്ങൾക്കും കല ആസ്വദിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ 24 മണിക്കൂർ ഉള്ളതിൽ 8 മണിക്കൂർ വിനോദത്തിന് നീക്കി വയ്ക്കുകയാണ്. നമ്മുടെ നാട്ടിലെ അങ്ങനെ ഒരു സംവിധാനമില്ല. പ്രഭാതം മുതൽ പ്രദോഷം വരെ അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്പസ്വല്പ സമയമാണ് വിനോദത്തിന് വേണ്ടി കിട്ടുന്നത്. ആ സമയത്താണ് നമ്മൾ തിയേറ്ററിലായിരുന്നാലും ഇതുപോലുള്ള ഷോർട്ട് ഫിലിമായിരുന്നാലും ശരിക്കും ഒന്ന് ആസ്വദിക്കുന്നു. നമുക്ക് നമ്മുടെ വിനോദത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത് ഈ സമയമാണ്. അപ്പോൾ വളരെയേറെ പ്രാധാന്യമാണ്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ നാഷണൽ ഫിലിം അക്കാദമി ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ 2024 അവാർഡ് ദാന സമ്മേളനത്തിൽ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇത്രയും പ്രതിഭകൾ ഒരുമിച്ച് കൂടുന്ന ഈ വലിയ അവാർഡ് ചടങ്ങിൽ എനിക്ക് എത്താൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഡോക്ടർ R.S. പ്രദീപിനോടും ഇതിൻ്റെ സംഘാടകരോടുള്ള സന്തോഷം ഞാൻ അടയാളപ്പെടുത്തുകയാണ്. എനിക്ക് ചോപ്പെന്ന് പറയുന്ന സിനിമയിൽ ഞാൻ എഴുതി ആലപിച്ച മനുഷ്യനാകണം എന്ന് തുടങ്ങുന്ന അർത്ഥകവിതയ്ക്കാണ് ഇപ്പോൾ ഈ അവാർഡ് എനിക്ക് തന്നിരിക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. കാരണം തീർച്ചയായും ജീവിച്ചിരിക്കുന്ന കാലത്തെ അടയാളപ്പെടുത്തേണ്ടതാണല്ലോ ഒരു എഴുത്തുകാരൻ്റെയും ഏതൊരു കലാകാരൻ്റെയും അടിസ്ഥാനപരമായ ധർമ്മം എന്ന് പറയുന്നത്. തീർച്ചയായും പിന്നെ വളരെ ധീരമായി തന്നെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ അന്തസ്സായി അവനവനൊരു ഇടമുണ്ടാകണമെന്നുള്ളതാണ് പ്രധാനം.
ഒരു പക്ഷമുണ്ടാകണം എന്നതാണ് ഈ രാഷ്ട്രീയ കാലത്ത് ജീവിക്കുമ്പോൾ നമുക്ക് അടിസ്ഥാനപരമായി നമ്മളോട് തന്നെ കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ധർമ്മമെന്ന് പറയുന്നത് ഒരു പക്ഷമുണ്ടാവുക എന്നുള്ളതാണ്, ഒരു നട്ടലുണ്ടാവുക എന്നതാണ്. അത് തീർച്ചയായും അതിന് ഒരു ഉറപ്പും ഉണ്ടാവണം. അപ്പോൾ അർത്ഥത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട മാതിരി പറയേണ്ട ഒരു കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. നമ്മുടെ രാഷ്ട്രം തന്നെ തീർച്ചയായും നാളെ ലോകത്ത് ഇന്നലെ വരെ വിശേഷിപ്പിക്കപ്പെട്ട പദങ്ങൾ കൊണ്ടായിരിക്കുമോ നാളെ മറ്റന്നാൾ നമ്മുടെ രാജ്യത്തെ മറ്റ് രാഷ്ട്രങ്ങൾ വിശേഷിപ്പിക്കുന്നത്, ചരിത്രം അടയാളപ്പെടുത്തുന്നതെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ കലാപ്രവർത്തനം നടത്തുന്നത് എന്നതൊരു വസ്തുതയാണ്. അവിടെ അടിസ്ഥാനപരമായൊരു കലാകാരനുണ്ടാകേണ്ടത് അവന് ശരിയെന്ന് തോന്നുന്ന ഒരു പക്ഷമുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഈ സിനിമ, ചോപ്പെന്ന് പറയുന്ന സിനിമ വളരെ ഗംഭീരമായ ഒരു പക്ഷത്തെ അടയാളപ്പെടുത്തുന്നതാണ്. ഒരു കാലത്ത് ഈ കേരളമാകാൻ ഇടയാക്കിയ കലാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വടക്കൻ മലബാറിൽ പുരോഗമന സാംസ്കാരിക പ്രവർത്തനം നടത്തി സ്വന്തം ജീവിതം ഹോമിച്ച EK ഐമു എന്ന മഹാനായ നാടക പ്രവർത്തകൻ്റെ ജീവിതകഥയാണ് ഈ സിനിമ അതിഗംഭീരമായി ആവിഷ്കരിച്ചത്. ആ സിനിമയിൽ EK ഐമു എന്ന് പറയുന്ന വിപ്ലവകാരി ആ കാലഘട്ടത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു സാമുദായിക സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു കലാകാരൻ ഒരിക്കലും ചെയ്യാൻ കഴിയും, ഇന്നുപോലും ചെയ്യാൻ അത്ര ആരോഗ്യവും ധൈര്യമുള്ളവരുടെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണ്. പലതരം പേടികളിൽപ്പെട്ടവരാണ് ഇന്നത്തെ കലാകാരന്മാരിൽ പലരും. അപ്പോൾ ആ കാലഘട്ടം അത്രത്തോളമായിരുന്നു. ആ കാലത്ത് കേരളത്തിൻ്റെ നവോത്ഥാന കലാ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച EK ഐമുവിൻ്റെ ജീവിതമാണ് അതിഗംഭീരമായി ഈ ചോപ്പെന്ന സിനിമ മുന്നോട്ട് വെച്ചത്. ആ സിനിമയിൽ EK ഐമുവിൻ്റെ ജീവിത ആശയങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് നിവർന്നു നിൽക്കുവാനുള്ള ധൈര്യം ഉണ്ടാക്കിക്കൊടുത്ത മനുഷ്യപക്ഷത്തെ സംബന്ധിച്ച വരികൾ എഴുതാൻ, അടയാളപ്പെടുത്താൻ അവസരമുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് നാഷണൽ ഫിലിം അക്കാദമിയുടെ ഈ അവാർഡ് ലഭിക്കുന്നത് എന്നതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായും ആ സിനിമ അവതരിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാവരും ഇവിടെ ഉണ്ട്. അവരോടുള്ള സ്നേഹവും കടപ്പാടും അടയാളപ്പെടുത്തുന്നു. സംവിധായകൻ എന്നോട് പറഞ്ഞത് സ്വതന്ത്രമായി ഈ കാര്യം എങ്ങനെയാണോ മനസ്സിൽ കാണുന്നത് അങ്ങനെ ചെയ്യുക എന്നാണ്. അതുകൊണ്ട് ആണ് ആ സ്വാതന്ത്ര്യത്തിൽ അതിഗംഭീരമായി ആ കവിത അല്ലെങ്കിൽ ആ ഗാനം, ആ അർത്ഥ കവിത ഉണ്ടാവുന്നതും അത് ഞാൻ തന്നെ ആലപിക്കുകയും അത് ഈ തരത്തിൽ ഇന്ന് നിങ്ങളോടൊത്ത് വർത്തമാനം പറയുന്ന രീതിയിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ അതിനൊരു അംഗീകാരം ഈ ഫിലിം അക്കാദമി നൽകുന്നത് വാങ്ങുവാൻ ഇടയാവുകയും ചെയ്തതിലുള്ള ധന്യത. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കൊച്ചുമക്കൾ ഉൾപ്പെടെയുള്ള സകല കലാകാരന്മാരോടുമുള്ള ഐക്യം അടയാളപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സർഗശേഷിയെ നമ്മുടെ നാടിനെ ഒരു കൊള്ളാവുന്ന മതേതര ജനാധിപത്യ രാഷ്ട്രമായി തന്നെ നാളെയും മറ്റന്നാളും നിലനിൽക്കുവാൻ വേണ്ടിയുള്ള സർഗാത്മകമായ ആയുധമായി തന്നെ നിങ്ങളുടെ സർഗപ്രക്രിയയെ നാളെയും മറ്റന്നാളും സമൂഹത്തിൽ പ്രയോജനകരമായി വിനിയോഗിക്കേണ്ട ഒരു ചരിത്ര കാലഘട്ടത്തിലാണ് നിങ്ങളെല്ലാവരും രാഷ്ട്രീയ കലാപ്രവർത്തനം നടത്തേണ്ടത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ആശംസകൾ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിറഞ്ഞ സന്തോഷം. നാഷണൽ ഫിലിം അക്കാദമി ഫിലിം സൊസൈറ്റിയുടെ ഈ പുരസ്കാര വേദിയിൽ എനിക്ക് കൂടി ഒരു സമ്മാനം സ്വീകരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യം തന്നെ പങ്കുവയ്ക്കട്ടെ. ഇതിന് നാഷണൽ ഫിലിം അക്കാദമി ഫിലിം സൊസൈറ്റിയുടെ അമരക്കാരനായ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടായി എൻ്റെ പ്രിയ സുഹൃത്തായ RS പ്രദീപിനോടും, കൂടാതെ ഈ പാട്ടുകൾ, ഈ അവാർഡിന് അർഹമായ 2 പാട്ടുകളാണ്. ഈ 2 പാട്ടുകളും പ്രൊഡ്യൂസ് ചെയ്തത് ഒരേ പ്രൊഡ്യൂസറാണ്, ശ്രീ പ്രകാശ്. അദ്ദേഹം ഖത്തറിലാണ്, അദ്ദേഹം വന്നിട്ടില്ല. പ്രകാശ് ഏട്ടൻ്റെ ആകാശ് പ്രകാശ് മ്യൂസിക് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ പുറത്തിറങ്ങിയ 2 പാട്ടുകൾക്കാണ് അവാർഡ് കിട്ടിയത്. ഒരു പാട്ട് അദ്ദേഹം തന്നെ എഴുതിയതാണ്, അതിൻ്റെ സംഗീതം ശ്രീ കലേഷ് പനമ്പായിൽ. മറ്റൊരു പാട്ട് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ രചനയിൽ യുവ സംഗീത സംവിധായകൻ ഹരിപ്രസാദ് ചിട്ടപ്പെടുത്തിയ പാട്ടാണ്.
ഈ 2 പാട്ടുകൾക്കാണ് അവാർഡ് കിട്ടിയത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും മ്യൂസിക്കലി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധമുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ പുരസ്കാരം സ്വീകരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. വേദിയിലുള്ള എല്ലാ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കലാരംഗങ്ങളിലെ പ്രമുഖരായ സുഹൃത്തുക്കളോടും ബഹുമാന്യ വ്യക്തികളോടും ഈ അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. കൂടുതലായി സംസാരിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഈ സ്നേഹത്തിന്, പ്രോത്സാഹനത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. ശ്രീ വഞ്ചിയൂർ പ്രവീൺ കുമാർ അദ്ദേഹത്തിൻ്റെ സ്നേഹഭാഷണത്തിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ചന്ദ്രൻ നായർ, ഈ അവാർഡ് നിശ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, മുഖ്യാതിഥിയായിരുന്ന ശ്രീ N ശക്തൻ, വേദിയിലുള്ള ശ്രീമതി ഗിരിജ സേതുനാഥ്, ശ്രീമതി PR ശാരദ, ബഹുമാനപ്പെട്ട തിരക്കഥാകൃത്ത് ശ്രീ പ്രവീൺ ഇറവങ്കര, പ്രശസ്ത ഗായകൻ ശ്രീ സുദീപ് കുമാർ, പ്രഗത്ഭയായ അഭിനേത്രി ശ്രീമതി ഉമാ നായർ, പ്രഗത്ഭനായ നടൻ ശ്രീ ഡോക്ടർ ഷാജു, ശ്രീ ശ്രീകാന്ത് TR നായർ, ശ്രീ ഗോപൻ പൂഴനാട്, ശ്രീ ബെന്യാമിൻ, അവാർഡ് ജേതാക്കളെ, സുഹൃത്തുക്കളെ, അമ്മമാരെ, സഹോദരിമാരെ, ഒരു വലിയ അവാർഡ് ദാന ചടങ്ങുകളിലാണ് ഞാനും നിങ്ങളും നമ്മളുമെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഫിലിം അക്കാദമി ഫിലിം സൊസൈറ്റി കൃത്യമായും ഇതിലെ സ്ക്രീനിംഗ് നടത്തി അർഹതപ്പെട്ടവർക്ക് അവാർഡ് നിർണയിച്ച് ആ അവാർഡ് ദാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ശരിക്കും അഭിനന്ദനം അർഹിക്കുന്നത് നാഷണൽ ഫിലിം അക്കാദമി ഫിലിം സൊസൈറ്റിയുടെ എല്ലാമായ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ശ്രീ ഡോക്ടർ RS പ്രദീപ് അവർകളാണ്. ഇവിടെ മറ്റ് പല കാര്യങ്ങളും പലരും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ചില കാര്യങ്ങൾ പറയാതിരിക്കാനും നിവൃത്തിയില്ല. ഡോക്ടർ പ്രദീപ് വളരെ ചിട്ടയോടുകൂടി, വളരെ ആത്മാർത്ഥതയോടുകൂടി ആണ് ഇതിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയാം. ഞാൻ മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതിൽ മത്സരാർത്ഥികൾ പങ്കെടുക്കുകയും അവാർഡ് ജേതാക്കളായിട്ടുള്ള ഈ പറഞ്ഞ കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നുമുള്ള പ്രഗത്ഭരായ പ്രതിഭകൾ ഈ അവാർഡ് വാങ്ങുവാനും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ അവാർഡ് വളരെ കാര്യക്ഷമമായി തന്നെയാണ് നടത്തിയിരിക്കുന്നത്. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് അല്ലെങ്കിൽ സിനിമ അവാർഡിനെ ഒപ്പം നിൽക്കുന്ന തരത്തിൽ ഈ അവാർഡ് നിർണയിക്കുകയും അതിൻ്റെ അവാർഡ് ദാനം നടത്തുകയും ചെയ്യുകയാണ് ശ്രീ RS പ്രദീപ്. ഇവിടെ ഒരുപാട് ആളുകൾ അവാർഡ് സ്വീകരിക്കുവാനുണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സംവിധായകനായാലും നടനായാലും നായികയായാലും മറ്റ് സാങ്കേതിക പ്രവർത്തകരായാലും ഏതെങ്കിലും ഒരു ചെറിയ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ സ്വയം പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഞാൻ സംവിധായകനാണ്, ഞാൻ നടനാണ്, ഞാൻ നടിയാണ്, ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലുള്ള അവാർഡ് നിശ്ചയിക്കുന്ന അവാർഡ് ദാന ചടങ്ങുകളിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതിഭകളെ കണ്ടെത്തേണ്ടത്. അല്ലാതെ നമ്മൾ സ്വയം ഞാൻ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അർഹതയുണ്ടെങ്കിൽ തീർച്ചയായും അംഗീകാരങ്ങൾ നമ്മളെ തേടിയെത്തും. അത് മറ്റു വഴികളിലൂടെ നേടാതിരിക്കുവാൻ എല്ലാ പ്രഗത്ഭരായിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സിനിമയാണ്. സിനിമയിൽ എല്ലാ കാലവും ഒരുപോലെ നിലനിൽക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അങ്ങനെ ആരും നിന്ന ചരിത്രവുമില്ല. ഞാനും കുറേ കാലമായി 10-30 വർഷത്തോളമായി അഭിനയ രംഗത്തും കഥാപ്രസംഗ രംഗത്തും നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആദ്യകാലത്ത്, തുടക്കകാലത്ത് കുറേ പകുതി വരെയൊക്കെ ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു അഭിനയിക്കണം, കഥ പറയണം എന്നൊക്കെ. പ്രായം കുറച്ചായി കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അവരുടെ ലിസ്റ്റിൽ നിന്നും തഴയപ്പെടും.
ഞാനിത് പറഞ്ഞു വന്നത് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സിനിമ എന്താണെന്ന് പഠിച്ച് സിനിമയുടെ എല്ലാ വശങ്ങളും പഠിച്ച് സിനിമ ചെയ്യാൻ നിൽക്കുന്ന, സിനിമയെ ഗൗരവമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ചെയ്ത സൃഷ്ടികൾ, സിനിമയായിക്കോട്ടെ മറ്റ് ഷോർട്ട് ഫിലിംസ് ആയിക്കോട്ടെ, ഇതെല്ലാം ചിത്രീകരണം പൂർത്തിയാക്കി പുറത്ത് കാണിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യവും സംജാതമായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതീക്ഷകളെല്ലാം നശിച്ച് എടുത്തു വെച്ച സാധനം പെട്ടിക്കകത്ത് പൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അങ്ങനെ ഇരിക്കുന്നവർക്കൊരു ആശ്വാസമാണ് ഇത്തരം അവാർഡ് ദാന ചടങ്ങുകളും അവാർഡ് നിർണയങ്ങളും. ഇവിടെ സ്ക്രീനിങ് ഒരുപാട് സംഭവങ്ങൾ കാണിച്ചു, ഒരുപാട് ടെലിഫിലിം ഒക്കെ കാണിച്ചു. അതൊക്കെ പുറത്ത് കാണിക്കാൻ അല്ലെങ്കിൽ ഒരു അവസരം കിട്ടാൻ കാത്തിരുന്ന കുറേ ഐറ്റം ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു വേദി കിട്ടുകയും അതിൽ മിടുക്കരായിട്ടുള്ള ആളുകൾക്ക് സമ്മാനം അവാർഡ് നിശ്ചയിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ നാഷണൽ ഫിലിം അക്കാദമി ഫിലിം സൊസൈറ്റി കേരളത്തിലെ സിനിമാ ലോകത്തിന് ഒരു വലിയ സംഭാവനയാണ് ചെയ്യുന്നത്. ഇത്തരം പ്രതിഭകളെ കണ്ടെത്തി അവരെ ആദരിച്ച് അവരുടെ കഴിവുകൾക്ക് പ്രോത്സാഹനം നൽകി അവരെ അവാർഡ് നൽകി ഈ വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ ആദരിക്കുകയാണ്. ഒരു കാലത്തും ഈ നാഷണൽ ഫിലിം അക്കാദമി ഫിലിം സൊസൈറ്റിയിൽ നിന്നും അവാർഡ് വാങ്ങിപ്പോകുന്ന ഒരാളും ഒരിക്കലും നാഷണൽ ഫിലിം അക്കാദമി ഫിലിം സൊസൈറ്റിയെ തള്ളിപ്പറയരുത്. സിനിമ അങ്ങനെയാണ്. കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത കൈക്ക് തന്നെ തള്ളിപ്പറയുന്നൊരു സ്വഭാവമുണ്ട്. കല എന്ന് പറയുന്നത് അത്രയും ഭവ്യതയോടുകൂടി, അത്രയും എന്താ പറയുക, മനസ്സിലൊരു ധ്യാനം പോലെ കൊണ്ടു നടന്ന് ചെയ്യേണ്ട ഒരു കലാരൂപമാണ്. അവസരങ്ങൾക്ക് വേണ്ടിയും കാര്യം സാധിക്കുന്നതിന് വേണ്ടിയും എങ്ങനെയെങ്കിലുമൊക്കെ കയറി പറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരാളും സിനിമാ പ്രവർത്തകരായിരുന്നാലും ടെലിവിഷൻ പ്രവർത്തകരായിരുന്നാലും നിൽക്കരുത്. കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് സിനിമയെ ഗൗരവത്തോടെ കണ്ട് അത്തരത്തിൽ ഇതിൻ്റെ പിന്നാലെ നിന്നാൽ അങ്ങനെയുള്ള ആളുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ചരിത്രമാണ് മലയാള സിനിമയ്ക്കുള്ളത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ അവാർഡ് നേടിയ എല്ലാ പ്രതിഭകൾക്കും എല്ലാ കലാകാരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് നാഷണൽ ഫിലിം അക്കാദമി ഫിലിം സൊസൈറ്റിക്കും അതിൻ്റെ എല്ലാമായ ഡോക്ടർ RS പ്രദീപിനും സ്നേഹം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാഷണൽ ഫിലിം അക്കാദമി ഫിലിം സൊസൈറ്റി ഒരുക്കിയിരിക്കുന്ന ഈ ആഘോഷരാവിൽ നിങ്ങളോടൊപ്പം ഇന്ന് എനിക്കും പങ്കുചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഇന്ന് അവാർഡ് കരസ്ഥമാക്കിയ എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ. ഈ ഓരോ അവാർഡിൻ്റെയും പിറകിൽ എത്രയോ കാലത്തെ പ്രയത്നവും വിയർപ്പും നിരാശയും സങ്കടവുമൊക്കെ ഉണ്ട് എന്നുള്ളത് നല്ലപോലെ തിരിച്ചറിയാൻ കഴിയുന്ന എനിക്ക് ഈ ഓരോ അവാർഡ് നിങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും നിങ്ങളോടൊപ്പം തന്നെ സന്തോഷവും അഭിമാനവും തോന്നിയിരുന്നു. ഇനിയും കൂടുതൽ അവാർഡുകൾ നിങ്ങൾ കരസ്ഥമാക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. എനിക്ക് പിന്നീട് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, ഇന്ന് അവാർഡുകൾ വാങ്ങുവാൻ ധാരാളം പെൺകുട്ടികളും സ്ത്രീകളും കടന്നു വന്നു എന്നുള്ളതാണ്. അത് സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഡയറക്ടറാണെങ്കിലും ഫിലിമിൻ്റെ ആണെങ്കിലും സിനിമയുടെ ആണെങ്കിലും ഏതിൻ്റെയും മുകൾ തട്ടിൽ ഇപ്പോൾ സ്ത്രീകൾ കൂടുതലായി കടന്നു വരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായി വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം 10-30 വർഷം മുൻപ് ദൂരദർശനിലെ സംവിധായക രംഗത്തേക്ക് ഞാൻ കടന്നു വരുമ്പോൾ അന്ന് വിരലിലെണ്ണാവുന്ന സ്ത്രീകൾ മാത്രമേ ഈ രംഗത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. ആ രംഗത്തേക്ക് എത്ര അനായാസമായി ഇന്ന് പെൺകുട്ടികൾ കടന്നു വരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം എനിക്ക് വളരെ സന്തോഷമുണ്ട് പറയാൻ. ഞാൻ മിക്കപ്പോഴും ഇപ്പോൾ കാണാറുള്ളത് ഷോർട്ട് ഫിലിംസാണ്. ഷോർട്ട് ഫിലിം കാണുമ്പോൾ ആദ്യം ഞാൻ നോക്കുന്ന ഡയറക്ടർ ആരാണെന്നാണ്. ഏതോ ഇപ്പോൾ സിനിമയാണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ഡയറക്ടർ ആരാണെന്ന് നോക്കുമല്ലോ. ഡയറക്ടർ പെൺകുട്ടിയാണെന്ന് കാണുമ്പോൾ, സ്ത്രീയാണെന്ന് കാണുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ്
ഞാൻ ആ ഫിലിം കാണുന്നത്. ഒരു കാര്യം പറയാതെ വയ്യ, ഞാൻ ഈയിടെ കണ്ട, എനിക്ക് ആരാണത് ഡയറക്റ്റ് ചെയ്തതെന്ന് അറിഞ്ഞൂടാ, നൈറ്റ് റൈഡ് എന്നാണെന്ന് തോന്നുന്നു ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. എത്ര ഭംഗിയായിട്ടാണ് പെൺകുട്ടികൾ ഇതൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ചപ്പോൾ ഇപ്പം എനിക്ക് എൻ്റെ മക്കളെക്കുറിച്ച് അഭിമാനം തോന്നുന്നത് പോലെ ഞങ്ങളുടെയൊക്കെ പിൻഗാമികളാണ്. നിങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട്. കൂടുതൽ സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അവാർഡ് കിട്ടിയ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. പലരും മരണശേഷമാണ് അംഗീകാരം അവരെ തേടി വന്നിട്ടുള്ളത്. അതുപോലെ അവരുടെ നാട്ടിൽ അവർക്ക് ചിലപ്പോൾ അംഗീകാരം കിട്ടിയെന്ന് വരില്ല, വേറെ ഏതെങ്കിലും നാട്ടിലായിരിക്കും അവർക്ക് അംഗീകാരം കിട്ടുക. അപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് തന്നെ വന്ന ഈ അവാർഡുകൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഒരു ഭാഗ്യമായി കരുതുക. വീണ്ടും അവാർഡുകൾ നിങ്ങളെ തേടി വരട്ടെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.